ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വിന്നീസ് ടേസ്റ്റി കോർണർ. ഇത് നമുക്ക് ചായയോടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ബ്രെഡ് വെച്ചിട്ട് നമുക്കൊരു ബ്രെഡ് ബോണ്ട തയ്യാറാക്കാം. അപ്പോൾ അത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കിയാലോ. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കണം. അപ്പം അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കണം. അപ്പം പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. പെരിഞ്ജീരകം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പീസ് മതിയാവും. ഇഞ്ചി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തത് 2 പച്ചമുളകാണ്. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് 2 സവാളയാണ്. ഞാനിവിടെ എടുത്ത 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. സവാള കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സവാള ബ്രൗൺ കളർ ആവണ്ട, ചെറുതായിട്ടൊന്ന് കളറെല്ലാം ചേഞ്ചായി വരുന്ന സമയം അത്രയും മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം പെട്ടെന്ന് കുക്കായി വരും. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. സവാളയുടെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മസാല ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ടൊന്ന് വഴറ്റി ഒരു പച്ചമണം ഒന്നും മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും മുറിച്ചതാണ് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല മണമാണ്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ച് ഉടച്ചെടുത്തതാണ്. നമുക്കതോടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ സവോളയ്ക്ക് മാത്രമാണ് ചേർത്തത്. ഇനി കുറച്ച് ഉരുളക്കിഴങ്ങിനൂടെ ആവശ്യമായിട്ടുള്ള കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി മസാലയെല്ലാം എല്ലായിടത്തും ആവുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 സ്പൂൺ കൂടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 1.25 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടലായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടാവും. നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബോണ്ട എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് സൈഡെല്ലാം കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യണം നോക്കാം. അപ്പം നമ്മൾ ഒരു സ്ലൈസ് എടുത്തിട്ട് നമുക്കിതുപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുത്ത് ഇതുപോലെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കാം. ഇനി നമ്മുടെ മസാല ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിനകത്തോട്ട് വെച്ച് നമുക്ക് സൈഡെല്ലാം കൂടെ ചേർത്ത് ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡുകൾ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി എണ്ണ ചൂടാവാനായിട്ട് വയ്ക്കാം.
അപ്പോൾ നമ്മുടെ ബോണ്ട എല്ലാം റെഡിയാണ്. അപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. നമ്മുടെ മസാല എല്ലാം ഓൾറെഡി കുക്ക്ഡാണ് ഉള്ളിൽ, എങ്കിലും ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകാമെന്നതുകൊണ്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. എല്ലാ വശവും നന്നായിട്ട് തിരിച്ച് മറിച്ചെല്ലാം ഇട്ട് നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് എടുക്കാം. ഇപ്പം നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ബാക്കിയുള്ള ബോണ്ടകളും കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. അതിപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചായയുടെ കൂടെയൊക്കെ 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.